Infrastructure and facilities in outpatient department. Essential service and facilities in hospital security and access. അതായത് മെയിനായിട്ട് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി, അതായത് അവിടെയുള്ള പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ സെക്യൂരിറ്റി ആവശ്യമാണ്. ദ സെക്യൂരിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ആർ പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. മെയിനായിട്ട് സെക്യൂരിറ്റിയാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓൾറെഡി വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. എസ്പെഷ്യലി ഗിവൺ ദ റിലേറ്റീവ് ലാക്ക് ഓഫ് പോലീസ് റിസോഴ്സസ് ഇൻ മെനി റിസോഴ്സസ് ലിമിറ്റഡ് കൺട്രീസ്. അതായത് പോലീസ് ഫോഴ്സസ് നമുക്ക് ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെയാണ് സാധാരണ ഗതിയിൽ അവിടെ ഉണ്ടായിരിക്കുക. ദർ ഈസ് ഓൾസോ നീഡ് ഫോർ ഗവൺമെൻറ് ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസ് ടു എൻഷുർ ദ ഹോസ്പിറ്റൽ പ്രൊട്ടക്റ്റഡ് ഡു നോട്ട് ബിക്കം ടാർഗറ്റഡ് ഡ്യൂറിങ് ആംഡ് കോൺഫ്ലിക്റ്റ്. അതായത് സംടൈംസ് ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സാധാരണ ഗതിയിൽ ആംഡ് ഫോഴ്സ് ഉണ്ടാവാറുണ്ട് ചില കേസ്. അതിൻ്റെ ലിമിറ്റഡ് റിസോഴ്സസ് ആയതുകൊണ്ടാണ് നമ്മളെല്ലായിടത്തും ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസും, അത് ഹയർ ഇൻകം ഗ്രൂപ്പുകാരായിരിക്കാം, ലോവർ ഇൻകം ഗ്രൂപ്പുകാർക്ക്, ഇതൊക്കെ കൃത്യമായ പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അറ്റ് ലോക്കൽ ലെവൽ ദ ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് പെരിമീറ്റർ ഫെൻസ് വിത്ത് സെക്യൂർ എൻട്രൻസ് വെർ ഓൾ പേഴ്സൺ അറ്റൻഡിങ് ടു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ലെജിറ്റിമേറ്റ് റീസൺ ഫോർ എൻട്രി. അതായത് ഹോസ്പിറ്റലിൽ ഒരു പെരിമീറ്റർ ഫെൻസ് ചുറ്റും എന്തുണ്ടായിരിക്കും, അതിലൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ സെക്യൂർ ആയിട്ടുണ്ടാവും. എൻട്രൻസ് വെൽ ഓൾ പേഴ്സൺസ് അറ്റൻഡിങ് ടു ഹാവ് ഡെമോൺസ്ട്രേറ്റ് ലെജിറ്റിമേറ്റ് റീസൺ. അവിടെ കിടക്കുന്ന എല്ലാവരും കൃത്യമായിട്ടുള്ള റീസൺ, ആരെ കാണാനാണ്, എന്തിനാണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള റീസൺ അവർക്ക് ഉണ്ടായിരിക്കണം. എ വെൽ ഓർഗനൈസ്ഡ് കാർ പാർക്കിംഗ് സിസ്റ്റം ഈസ് റിക്വയർഡ്. അതേപോലെ തന്നെ വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് കാർ പാർക്കിംഗ് സിസ്റ്റം. അതായത് സിക്കായിട്ടുള്ള പേഴ്സൺസ് വരുമ്പോൾ പലപ്പോഴും അവർ നടന്നിട്ടായിരിക്കില്ല വരുന്നുണ്ടാവുക, വെഹിക്കിൾസിലാവുക. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്കിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് സ്ട്രിക്റ്റ്ലി പോലീസ്ഡ് ഏരിയ ഫോർ എമർജൻസി വെഹിക്കിൾ. പാരൻസ് ഓർ റിലേറ്റീവ്സ് ബ്രിങ്സ് സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. മിക്കപ്പോഴും അവർ വെഹിക്കിളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെഹിക്കിൾസ് വന്ന് നിൽക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇനി സേഫ്റ്റി ആൻഡ് ക്ലീൻനെസ്, കൃത്യമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. അതേപോലെ തന്നെ ഫയർ പോളിസീസ്, റിട്ടേൺ ഇവാക്യുവേഷൻ, വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യണം. ഫയർ പോളിസീസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ചുറ്റുമതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കീപ്പ് ഔട്ട് ഓഫ് അനിമൽസിനൊക്കെ കയറി വരാതിരിക്കാനായിട്ടുള്ള മതിലുകൾ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോർ സ്റ്റാഫ്, വിസിറ്റേഴ്സ് ആൻഡ് പേഷ്യൻറ്റ് എസെൻഷ്യലി. അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, അതേപോലെ തന്നെ പേജിങ്, ഇൻ്റർകോം ആയിട്ടുള്ള സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് വഴി ഇൻവാലുബിൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് വേണം. ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഡോണർ സോഴ്സസ്, അതായത് നമ്മൾ ചിലതൊക്കെ ഗവൺമെൻറ്റിലേക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. നോമിനേറ്റഡ് പേഴ്സൺ വിത്ത് ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രീഡിസ്പോസസ് ടു ഹൗസ് ഈ സർവീസ് ബോത്ത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി. അതായത് ഒരു നോമിനേറ്റഡ് പേഴ്സൺ ഉണ്ടായിരിക്കും, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് എഫിഷ്യൻസി ക്യാൻ. അതായത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. അത് നമ്മൾ സ്റ്റാഫിന് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി യൂട്ടിലിറ്റീസ്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഇതിന് വേണ്ടത് ഹൈജീനാണ് പാരമൗണ്ട് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ അഡിക്വേറ്റ് സാനിറ്റേഷൻ വേണം. ടോയ്ലറ്റ്, ഷവേഴ്സ്, ബാത്റൂംസ്, അങ്ങനെയുള്ള സിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന electricity supply with hospital functions independently of any power losses to the rest of the area is mandatory. അതായത് ഹോസ്പിറ്റലിൽ മിക്കപ്പോഴും പവർ സപ്ലൈ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ എന്തെങ്കിലും കാരണവശാൽ പവർ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ജനറേറ്റർ, സഫിഷ്യൻറ്റ് പവർ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. ആ വലിയ ഹോസ്പിറ്റലിൽ ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജനറേറ്റർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ. ഫ്രം ദ ബെഡ് ഡിപ്പെൻഡൻസി ആൻഡ് ഓപ്പറേറ്റിംഗ് തിയേറ്റർ റിക്വയർമെൻറ്റ്സ്. ഓപ്പറേറ്റിംഗ് തിയേറ്ററിൻ്റെ ബെഡ് ഡിപ്പെൻഡൻസി അനുസരിച്ച്, ബെഡിൻ്റെ കൗണ്ട് അനുസരിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ലാർജ് സ്കെയിൽ, മീഡിയം എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എമർജൻസി ജനറേറ്റർ റൂംസും കാര്യങ്ങളൊക്കെ അവിടെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. സോളാർ ബാക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഹീറ്റിംഗ് ആൻഡ് വെൻറ്റിലേഷൻ, ഫങ്ഷണൽ സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ, അതായത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആവശ്യത്തിനൊക്കെ ആയിട്ട് ഹീറ്റിംഗ് ആവശ്യമാണ്. പിന്നെ ഇലക്ട്രിക് ഹീറ്റേഴ്സ് വേണം, ചൂടുവെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സഫിഷ്യൻറ്റ് വിൻഡോസ് ഓപ്പൺ ചെയ്തിരിക്കണം, ചൂടും വെളിച്ചമൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. എയർ കണ്ടീഷൻസ്, ഫാൻസൊക്കെ ഉണ്ടായിരിക്കണം. വെൻറ്റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ലോണ്ടറി, പിന്നെ ബെഡിങ് ആൻഡ് അതർ ഐറ്റം മസ്റ്റ് ഫ്രീക്വൻ്റ്ലി വാഷ്ഡ്. ദെർഫോർ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സ്റ്റാഫ്ഡ് ലോണ്ടറി സർവീസ് ആഡഡ് വിത്ത് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ മെഷീൻസ്, വാഷിംഗ് മെഷീൻ ആൻഡ് ഡ്രൈയിങ് ഫെസിലിറ്റീസ്. നമുക്ക് ആ ബെഡിനനുസരിച്ചുള്ള വാഷിംഗ് മെഷീൻസും ഡ്രൈയിങ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. വർക്കിംഗ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്.
An outpatient clinic of the hospital, also called outpatient department, for diagnostic and care of patient. Then outpatient department part of the running of the hospital main ആയിട്ടുള്ള പാർട്ടാണ്. ഇൻപേഷ്യൻ്റ് സർവീസ് ആൻഡ് മാൻഡ് ബൈ കൺസൾട്ട് ഫിസിഷ്യൻ സർജൻ ഓർ സെറ്റൻഡ് ഇൻപേഷ്യൻ്റ് വാർഡ്സ്. ആദ്യം നമ്മൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുന്നത്. പിന്നീടാണ് അവിടെ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടാണ് നമ്മൾ ഇൻപേഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. ലേറ്ററാണ് അത് ഇൻപേഷ്യൻ്റ് ആയിട്ട് മാറുന്നത്. ആദ്യം ഔട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് അഡ്മിറ്റ് ആവുന്നത്. ദ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യൂഷ്വലി ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ദ ഹോസ്പിറ്റൽ, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, നോൺ ആംബുലറ്ററി പേഷ്യൻസ്, സ്ട്രക്ചേഴ്സ്, വീൽ ചെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, റിസപ്ഷൻ ഡെസ്ക് ഉണ്ടായിരിക്കണം, വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. ഇൻ ദ മെയിൻ വെയിറ്റിംഗ് ഏരിയ ദർ ആർ റേഞ്ച് ഓഫ് ഫെസിലിറ്റീസ്. ദെൻ ഫാമിലി ഇൻക്ലൂഡ് ടോയ്ലറ്റ്, പബ്ലിക് ടെലിഫോൺ ബൂത്ത്, കോഫി ഷോപ്പ് ഓർ സ്നാക്സ് ബാർ, വാട്ടർ ഡിസ്പെൻസർ, ഗിഫ്റ്റ് ഷോപ്പ്, ഫ്ലോറിസ്റ്റ് ആൻഡ് കൊയിറ്റ് റൂം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ.